ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഖത്തറിലെ പ്രവാസി തൊഴിലാളികളെ പിന്തുണയ്ക്കുന്നതിനും അവരുടെ ക്ഷേമവും അവകാശങ്ങളും ഉറപ്പുവരുത്താനുമായി സ്ഥാപിച്ച വർക്കേഴ്സ് സപ്പോർട്ട് ആൻഡ് ഇൻഷുറൻസ് ഫണ്ട് 10,000-കണക്കിന് തൊഴിലാളികൾക്ക് ആശ്വാസമായതായി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഖുലൂദ് സെയ്ഫ് അബ്ദുള്ള അൽ ഖുവൈസി പറഞ്ഞു. 2018 17 നമ്പർ നിയമപ്രകാരം രാജ്യത്ത് സ്ഥാപിച്ച വർക്കേഴ്സ് ഫണ്ട് ഇതുവരെ 1,30,000-ലധികം തൊഴിലാളികൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം ഖത്തർ ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. 2018 സ്ഥാപിതമായതു മുതൽ വിവിധ സേവനങ്ങളിലൂടെ ഫണ്ട് അതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ കൈവരിച്ചതായും ഖുലൂദ് സെയ്ഫ് അബ്ദുള്ള അൽ ഖുവൈസി കൂട്ടിച്ചേർത്തു. സമഗ്ര തൊഴിൽ പരിഷ്കാരങ്ങളുടെ ചട്ടക്കൂടിനുള്ളിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും മികച്ച തൊഴിൽ അന്തരീക്ഷവും ജീവിത സാഹചര്യവും ഒരുക്കുന്നതിലും വർക്കേഴ്സ് ഫണ്ട് വലിയ സംഭാവനകളാണ് നൽകിയത്. അതേസമയം തൊഴിലാളികൾക്കിടയിൽ കായിക സംസ്കാരം വളർത്താൻ ഖത്തർ സ്പോർട്സ് ഫോർ ഓൾ ഫെഡറേഷനുമായി കഴിഞ്ഞ ദിവസം വർക്കേഴ്സ് സപ്പോർട്ട് ആൻഡ് ഇൻഷുറൻസ് ഫണ്ട് ധാരണയിൽ എത്തിയിരുന്നു. ഇന്ത്യ, ബംഗ്ലാദേശ്, ഫിലിപ്പീൻസ്, പാകിസ്ഥാൻ, നേപ്പാൾ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ് വർക്കേഴ്സ് സപ്പോർട്ട് ആൻഡ് ഇൻഷുറൻസ് ഫണ്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിച്ചത്. ഖത്തർ വിഷൻ 2030 ഭാഗമായി തൊഴിലാളികളുടെ സാമ്പത്തിക സാമൂഹിക സ്ഥിരത വർദ്ധിപ്പിക്കുക, വേതനവും സാമ്പത്തിക കുടിശ്ശികയും വൈകിയതിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക, തൊഴിലുടമകളുമായുള്ള തർക്കം പരിഹരിക്കുക തുടങ്ങിയവ ലക്ഷ്യം മുൻനിർത്തിയാണ് വർക്കേഴ്സ് സപ്പോർട്ട് ആൻഡ് ഇൻഷുറൻസ് ഫണ്ട് സ്ഥാപിച്ചത്. കുവൈറ്റിൽ മണി എക്സ്ചേഞ്ചുകൾ വഴിയുള്ള പണമിടപാടുകൾക്ക് പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തി. സ്വന്തമല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി പണമിടപാടുകൾ നടത്തുന്നത് പരിശോധിക്കാനാണ് സെൻട്രൽ ബാങ്ക് ഓഫ് കുവൈറ്റ് എല്ലാ മണി എക്സ്ചേഞ്ചുകൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി പണമയച്ചാൽ വിശദീകരണം നൽകണം. മറുപടി തൃപ്തികരമല്ലെങ്കിൽ നിയമ നടപടികൾക്ക് വിധേയരാകേണ്ടി വരും. കുറഞ്ഞത് 50 ദിനാർ അയച്ചാൽ പോലും ഇത് ബാധകമാണ്. സ്ഥിരമായി ഒരേ തുക ആവർത്തിച്ചയക്കുന്ന ഇടപാടുകളും നിരീക്ഷണ വിധേയമാക്കും. ഉപയോക്താക്കളുമായി ബന്ധപ്പെട്ട് 5 വർഷം വരെയുള്ള രേഖകൾ എക്സ്ചേഞ്ച് കമ്പനികൾ സൂക്ഷിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള സാമ്പത്തിക ഇടപാടുകൾ നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സെൻട്രൽ ബാങ്ക് ഓഫ് കുവൈറ്റിന്റെ ഈ നിയന്ത്രണം. കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദ ധനസഹായം തുടങ്ങിയവ തടയുകയെന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത്. ഭാര്യയോ ഭർത്താവോ മരിച്ചാൽ 5 ദിവസം ശമ്പളത്തോടുകൂടിയ അവധി ലഭിക്കാൻ എല്ലാ തൊഴിലാളികളും അർഹരാണെന്ന് UAE മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. ഉറ്റവർ മരിച്ച ദിവസം മുതലാണ് 5 ദിവസത്തെ അവധി കണക്കാക്കുക. അതേസമയം മാതാവ്, പിതാവ്, മക്കൾ, സഹോദരൻ, സഹോദരി, മുത്തച്ഛൻ, മുത്തശ്ശി, പൗത്രൻ, പൗത്രി എന്നിവരാണെങ്കിലും മരിച്ചാലും 3 ദിവസത്തെ അവധി മാത്രമല്ല 3 ദിവസത്തെ ശമ്പളവും നൽകണമെന്ന് അധികൃതർ അറിയിച്ചു. കുഞ്ഞ് ജനിക്കുമ്പോൾ പരിചരണത്തിനായി മാതാപിതാക്കൾക്ക് 5 ദിവസത്തെ അവധി നൽകണം. അത് ഒന്നിച്ചോ കുഞ്ഞ് ജനിച്ച ദിവസം മുതൽ 6 മാസത്തിനുള്ളിലോ നൽകിയാൽ മതിയാകും. അതേസമയം രാജ്യത്തെ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പരീക്ഷ എഴുതുന്നതിന് 10 ദിവസം വരെ അവധി നൽകാനും മന്ത്രാലയം അനുമതി നൽകി. 2 വർഷം കാലാവധിയുള്ള വിസയിൽ ജോലിയിൽ പ്രവേശിച്ചവർക്ക് മാത്രമായിരിക്കും ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാവുക. ദേശീയ പരിശീലന പദ്ധതികളിൽ പങ്കെടുക്കുന്നതിനായി സ്വദേശികൾക്ക് ശമ്പളത്തോടു കൂടിയുള്ള അവധി നൽകണമെന്നും സ്വകാര്യ കമ്പനികൾക്ക് മന്ത്രാലയം നിർദ്ദേശം നൽകി. ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നുള്ള രേഖകൾ അടിസ്ഥാനമാക്കിയാണ് അവധി നൽകേണ്ടത്. വാർഷിക അവധി നൽകാതെ തൊഴിലാളികളെ ബുദ്ധിമുട്ടിപ്പിക്കരുതെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. 2 വർഷം കഴിഞ്ഞിട്ടും തൊഴിലാളികൾക്ക് അവധി നൽകാതിരിക്കുന്നത് നിയമലംഘനമാണ്. അതേസമയം അവധിക്ക് പകരം പണമെന്ന വ്യവസ്ഥ കമ്പനികളുടെ നിയമത്തിലുണ്ടെങ്കിൽ ഇത് ബാധകമല്ലെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഒമാന്റെ മിക്ക ഭാഗങ്ങളിലും ഇന്ന് വടക്ക് പടിഞ്ഞാറൻ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ഇന്ന് വൈകിട്ട് വരെ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് സജീവമാകും. കാറ്റ് ഒമാനിലെ മിക്ക ഗവർണറേറ്റുകളിലെയും ബാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. കാറ്റ് പടിഞ്ഞാറൻ മുസന്തം ഗവർണറേറ്റിന്റെയും ഒമാൻ കടലിന്റെയും തീരങ്ങളിൽ
തിരമാല ഉയരാൻ കാരണമാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. തിരമാലകൾ പരമാവധി 2.5 മീറ്റർ വരെ ഉയർന്നേക്കാം. മരുഭൂമിയിലും തുറസ്സായ പ്രദേശങ്ങളിലും പൊടിയും മണ്ണും ഉയരാനുള്ള സാധ്യതയുണ്ടെന്നും ഇത് ദൂരക്കാഴ്ച കുറയാൻ ഇടയാക്കിയേക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. 2025 ഹജ്ജ് സീസണിൽ തീർത്ഥാടകരോടൊപ്പം കുട്ടികൾ എത്തുന്നത് സൗദി അറേബ്യ വിലക്കിയതായി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. തീർത്ഥാടന വേളയിൽ തിരക്ക് മൂലമുണ്ടാകുന്ന അപകട സാധ്യതകളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് ഈ തീരുമാനത്തിന്റെ ലക്ഷ്യമെന്ന് മന്ത്രാലയം അറിയിച്ചു. കുട്ടികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനും തീർത്ഥാടന വേളയിൽ അവർക്കെന്തെങ്കിലും ദോഷം സംഭവിക്കുന്നത് ഒഴിവാക്കുന്നതിനുമാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതേസമയം സ്ത്രീകൾക്കൊപ്പം കൈക്കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതിന് വിലക്ക് ബാധകമല്ല. മുമ്പ് ഹജ്ജ് തീർത്ഥാടനം നടത്തിയിട്ടില്ലാത്തവർക്ക് ഈ വർഷവും ഹജ്ജ് രജിസ്ട്രേഷനിൽ മുൻഗണന നൽകുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. 2025 ഹജ്ജ് സീസണിലേക്കുള്ള രജിസ്ട്രേഷൻ സൗദി പൗരന്മാർക്കും സൗദിയിലെ താമസക്കാരായ പ്രവാസികൾക്കും നുസുക് ആപ്പിലൂടെയും ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയും ഔദ്യോഗികമായി ആരംഭിച്ചു. തീർത്ഥാടകർ അവരുടെ രജിസ്ട്രേഷൻ വിവരങ്ങൾ പരിശോധിച്ച് എല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം. തങ്ങൾക്കൊപ്പം കൂട്ടാളികളുണ്ടെങ്കിൽ അവരുടെയെല്ലാം വിശദാംശങ്ങൾ ചേർക്കേണ്ടതുണ്ട്. മഹ്റമുകളുമായി ബന്ധപ്പെട്ടവ ഉൾപ്പെടെ ഇളവുകൾക്കായുള്ള ഏതെങ്കിലും അഭ്യർത്ഥനകളുണ്ടെങ്കിൽ അവ കൃത്യമായി സമർപ്പിച്ചുവെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും ഹജ്ജ് ഉംറ മന്ത്രാലയം കൂട്ടിച്ചേർത്തു. നുസുക് പ്ലാറ്റ്ഫോം വഴി ഇതിനോടകം ആരംഭിച്ച ഹജ്ജ് പാക്കേജ് വിൽപ്പനയ്ക്ക് മുമ്പ് ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതിന്റെ പ്രാധാന്യവും മന്ത്രാലയം എടുത്തു പറഞ്ഞു. തീർത്ഥാടകർ അവരുടെ ഇഷ്ടപ്പെട്ട പാക്കേജുകൾ ഏതാണെന്ന് തിരഞ്ഞെടുക്കണം. അവരുടെ വാലറ്റുകൾ ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം. അതേസമയം ആഭ്യന്തര തീർത്ഥാടകർക്ക് ഇപ്പോൾ അവരുടെ ഹജ്ജ് പാക്കേജുകൾക്ക് 3 ഘടുക്കളായി പണമടയ്ക്കാമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. പാക്കേജ് ചെലവിന്റെ 20% വരുന്ന ആദ്യ പേയ്മെന്റ് ബുക്കിംഗ് കഴിഞ്ഞ് 72 മണിക്കൂറിനുള്ളിൽ നടത്തണം. രണ്ടാമത്തേതും മൂന്നാമത്തേതും ഘടുക്കൾ അഥവാ മൊത്തം ചെലവിന്റെ 40% വീതം യഥാക്രമം റമസാൻ 20-നും ഷവ്വാൽ 20-നും അടയ്ക്കണം. അവസാന ഗഡു അടച്ചതിന് ശേഷം മാത്രമേ ഹജ്ജ് ബുക്കിംഗ് സ്ഥിരീകരിക്കപ്പെടുകയുള്ളൂ. അതുവരെ താൽക്കാലിക ബുക്കിംഗ് ആയി തുടരും. ഓരോ തവണ അടയ്ക്കുന്ന ഭാഗിക പേയ്മെന്റിനും ഇൻവോയ്സുകൾ നൽകുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. അതേസമയം ഹജ്ജ് പാക്കേജ് വിശദാംശങ്ങൾ മന്ത്രാലയം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഹജ്ജ് സേവനദാതാക്കളുടെ രജിസ്ട്രേഷൻ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. തീർത്ഥാടകർക്ക് അടിസ്ഥാന സേവനങ്ങൾ നൽകുന്നതിന് ലൈസൻസുള്ള കമ്പനികളാണ് ഹജ്ജ് സേവനദാതാക്കൾ. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.